കേസിൽപ്പെട്ടപ്പോൾ ബി.ജെ.പിയും ആർ.എസ്.എസും ഒന്നും സഹായിച്ചില്ല. സ്റ്റേഷനിൽ വന്ന് കാണാൻ ഒരു പാർട്ടിക്കാരൻ പോലും ഉണ്ടായില്ല. അങ്ങനെയാണ് ഒടുവിൽ ഡിവൈഎഫ്ഐയിലും CPM-ലും ചേരാമെന്ന് കരുതിയത് എന്ന ശരൺ ചന്ദ്രന്റെ വാക്കുകൾ CPM-ന്റെ കിരീടത്തിൽ വീണ്ടും ഒരു പൊൻതൂവലായി നിൽക്കുകയാണ്. ബി.ജെ.പി ആർ.എസ്.എസ് അനുഭാവിയായിരുന്ന കാപ്പ കേസ് പ്രതിയെ ആഘോഷപൂർവ്വം CPM-ലേക്ക് എതിരേറ്റത് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രി വീണ ജോർജും. കാപ്പ കേസുണ്ടെന്ന് കേട്ടതും CPM ചാടി വീഴുകയായിരുന്നു. പോരട്ടെ CPM-ലേക്ക്. സംഭവം ചർച്ചയായതോടെ ഉദയഭാനു മലക്കം മറിയുകയായിരുന്നു. ശരൺ ചന്ദ്രൻ സാമൂഹ്യ വിരുദ്ധനല്ല എന്നും നിലവിലെ കേസുകൾ യുവമോർച്ചയിൽ പ്രവർത്തിച്ചപ്പോൾ ഉള്ളതാണ് എന്നും ഉദയഭാനു പറഞ്ഞു. പ്രതികളെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല, കോടതിയാണ്. ശരണിനെ നാടുകടത്തിയിട്ടില്ല, താക്കീത് ചെയ്തിട്ടേയുള്ളൂ. പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റാണെന്നും കേസെടുത്തത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ല എന്നും KP ഉദയഭാനു വിശദീകരിച്ചു. കഴിഞ്ഞ വർഷം കേസിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശരൺ ചന്ദ്രനെ അന്ന് കാപ്പ പ്രകാരം താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന താക്കീത് നൽകിയായിരുന്നു ശരണിനെ വിട്ടയച്ചത്. ശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ശരൺ ചന്ദ്രനെതിരെ 308 വകുപ്പ് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതോടെ കാപ്പ ലംഘിച്ചെന്ന പേരിൽ മലയാലപ്പുഴ പോലീസ് ശരൺ ചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശരൺ ചന്ദ്രനെ 308 വകുപ്പ് പ്രകാരം കേസിൽ അറസ്റ്റ് ചെയ്തു. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജൂൺ 23-ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ശരൺ ചന്ദ്രൻ പുറത്തിറങ്ങി. തുടർന്നാണ് CPM ജില്ലാ നേതൃത്വം പാർട്ടി അംഗത്വം നൽകിയത്. ശരൺ ചന്ദ്രനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ മുഴുവൻ സർക്കാർ വാദിയായിട്ടുള്ളതാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഉദയഭാനു പറയുന്നത്. മുൻപ് RSS അനുഭാവി ആയിരിക്കുമ്പോൾ ശരണിനെതിരെ ആ കേസുകൾ എടുപ്പിച്ചത് CPM ആയിരുന്നു. CPM ഇങ്ങനെ RSSകാർക്കെതിരെ നൽകിയിട്ടുള്ളതൊക്കെയും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളവയായിരിക്കാം. ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നപ്പോൾ അയാൾ നല്ലവനുമായി.